ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്ത ടോപ്പിക്കാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിട്ട വീഡിയോയിലും അതിന് മുൻപത്തുള്ളതിലൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറന്റ് ഫീലിംഗ് നോക്കുമോ, അവർ തമ്മിൽ എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള സാഹചര്യം എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഒരു ഏഞ്ചൽസ് മെസ്സേജ് എടുക്കുന്നുണ്ട്. അതായത് ഇത് കാണുന്ന നമ്മളുടെ വ്യൂവേഴ്സിനുള്ള മെസ്സേജ് എന്താണ്, ഏഞ്ചൽസിന് എന്താണ് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് പറഞ്ഞു തരാനുള്ളത് എന്നും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്, പക്ഷെ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ എത്ര നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇടുന്ന എല്ലാ ഡെയിലും വീഡിയോ കാണുന്ന ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ഈ ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത് കാണാൻ നിയോഗമുള്ളവർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു അങ്ങനത്തെ നമുക്ക് ഗൈഡൻസ് മെസ്സേജിനെല്ലാം അതിനനുസരിച്ചിട്ടുള്ള ഒരു വാലിഡിറ്റി തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഏഞ്ചൽസ് മെസ്സേജ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം എടുക്കുന്നതായിരിക്കും ഏഞ്ചൽസിന് നിങ്ങളോട് പറയാനുള്ള ആ ഒരു മെസ്സേജ്. ഓക്കെ, നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം ഇൻ ദ നിയർ ഫ്യൂച്ചർ നിങ്ങളുടെ സമീപ ഭാവിയിൽ നടക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇൻ ദ നിയർ ഫ്യൂച്ചർ ആ ഒരു കാർഡാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് കാണാനിടയായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അതാണ് ഏഞ്ചൽസിന്റെ മെസ്സേജ്. ഇനി നമുക്ക് തേർഡ് പാർട്ടിയുമായിട്ടുള്ള നിങ്ങളുടെ പേഴ്സന്റെ ഒരു കറന്റ് ഫീലിംഗ് എന്താണ്, അവരുടെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഷഫ്ലിംഗ് പാട്ട് കാണാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, സൈലൻസ്, ചേഞ്ച്, the source, transformation, clinging to the past, we are the world, totality, success, the lovers, outsider, stress, turning in, sharing, and one more, schizophrenia. ഓക്കെ, നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് ന്യൂ വിഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണും അതുപോലെ തന്നെ തേർഡ് പാർട്ടിയും തമ്മിലുള്ള ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇമോഷൻസ്, കണക്ഷൻസ് എല്ലാം ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുൻപായിട്ട് നമ്മളിപ്പോൾ ഏഞ്ചൽസ് കാർഡ് എടുത്തു, ഏഞ്ചൽസിന് നിങ്ങളോടുള്ള മെസ്സേജ് എന്താണെന്നുള്ളത് നോക്കി. അതിപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഏതൊരു ചോദ്യത്തിൻ്റെയും ഉത്തരമാവാം. ബട്ട് ഈ ഒരു നമ്മളുടെ സ്പ്രെഡുമായിട്ട് അതിന് വളരെയധികം കണക്ഷൻ ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആൻഡ് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടീനെ തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു സിറ്റുവേഷനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ അവരിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യവശാലോ അല്ലെങ്കിൽ പർപ്പസ്ഫുൾ ഉപേക്ഷിച്ചോ ഒക്കെ പോയതാണെങ്കിൽ പോലും അവർ ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്.
അവര് വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരു ടോർച്ചറിങ് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനായിട്ട് കഴിയുക. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടിക്ക് പ്രത്യേകിച്ച് മാറ്റം ഒന്നും വന്നിട്ടില്ല. അവരുടെ സ്റ്റാൻഡിൽ തന്നെയാണുള്ളത്. നിങ്ങളുടെ പേഴ്സണെ കൺട്രോളിൽ വെക്കണം എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഇവിടെയുള്ള ഒരു തേർഡ് പാർട്ടിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ അവരുടെ കൂടെ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവർ പറഞ്ഞനുസരിക്കുന്നത് കൊണ്ട്, ആ ഒരു രീതിയിൽ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അവര് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതായത് തേർഡ് പാർട്ടി അവർക്കൊരു വിജയം കൈവന്ന പോലെയാണ് അവർ കരുതുന്നത്. മേ ബി ചിലപ്പോൾ നിങ്ങളെ നന്നായിട്ട് അറിയുന്ന വ്യക്തിയായിരിക്കാം, അവരുടെ തേർഡ് പാർട്ടി നിങ്ങളാണെന്നുള്ളത് അവർക്കറിയാമായിരിക്കാം. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഈ ഒരു വ്യക്തിയെ അവർ പർപ്പസ്ഫുള്ളി മാറ്റിയതാണ്. അപ്പോൾ അങ്ങനെ അവർക്കൊരു വിജയം വന്നു, അവരുടെ ഭാഗത്താണ് വിജയം എന്നുള്ളത് അത് ഓർത്ത് സന്തോഷിക്കുന്നു, എൻജോയ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവരുടെ ഭാഗത്ത് ഒരു വിക്ടറിയാണ് അവർ കാണുന്നത്, നിങ്ങളുടെ പേഴ്സണെ അവരുടെ കൂടെ നിർത്തുന്നതിൽ. അപ്പോൾ അതിനുവേണ്ടി ചിലപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം, ഒരുപാട് സഫർ ചെയ്ത്, അല്ലെങ്കിൽ ഒരുപാട് ഏതെങ്കിലും രീതിയിലൊക്കെ പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഇമോഷണലി ആണെങ്കിലും ബ്ലാക്ക് മെയിലിംഗ് ആണെങ്കിലും അല്ല നെഗറ്റീവ് എനർജീസിനെ വെച്ച് എന്തെങ്കിലും ആണെങ്കിലും ഒക്കെ, ഏത് രീതിയിലാണെങ്കിലും അവർ കഷ്ടപ്പെട്ട് നിർത്തിയതായിരിക്കും. അപ്പൊ അതിന്റെ ഒരു വിക്ടറിയുടെ സക്സസ് അല്ലെങ്കിൽ ആ ഒരു സന്തോഷം ഇവരിലുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡ് എന്ന് പറയുമ്പോൾ ടോട്ടലി ഡിപ്രസ്ഡ് ആൻഡ് ഡൾ ആയിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അവരിവിടെ ഒട്ടും ഹാപ്പി അല്ല. അവര് വളരെയധികം എന്താ പറയുന്നത്, മെന്റലി ഈ വ്യക്തിയെ അവർ ഉള്ളുകൊണ്ട് വെറുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവര് നിവൃത്തിയില്ലാതെ ഇവിടെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് അവര് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിലും അവർക്കൊരു താല്പര്യമില്ല. നമ്മളിങ്ങനെ ശപിച്ചുകൊണ്ട് നിൽക്കുക എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ ഉള്ളിൽ വെറുത്തിട്ടാണ് അവരിവിടെ നിൽക്കുന്നത്. അതിപ്പോൾ ചിലവര് എന്തെങ്കിലും ഒരു മാസ്ക് ഇട്ട് നിൽക്കുന്നതായിരിക്കാം, ചിലവർ നിവൃത്തികളും ഉണ്ടായിരിക്കും. എന്ത് കാര്യം കൊണ്ടാണെങ്കിലും അവരുടെ ഉള്ളിൽ ഈ ഒരു തേർഡ് പാർട്ടിയോട് ഇപ്പോൾ വെറുപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. അതേപോലെ തന്നെ ഇവിടുത്തെ ഓരോ കാർഡ്സ് എന്ന് പറയുന്നത് കൂടുതലും നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. എല്ലാത്തിലും അവരുടെ ആ ഒരു ഡിപ്രസ്റ്റിക് മൈൻഡ്, അല്ലെങ്കിൽ എന്താ പറയാ, അവരുടേതായിട്ടുള്ള ആ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് ആണ് നമുക്കിവിടെ കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഈ സൈലൻസ് കാർഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്, അതുപോലെ ചേഞ്ച്, പിന്നെ വന്നിരിക്കുന്ന സോഴ്സ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്, ഇപ്പൊ ഈ ഒരു സൈലൻസ് കാർഡിൽ തന്നെ നമുക്കറിയാം, ഈ ഒരു മൂണിന്റെ റിഫ്ലക്ഷൻ ആണ് ഈ ഒരു ലേക്കിൽ കിട്ടുന്നത്. ഈ ഒരു എന്താ പറയാ, ഒരു മിസ്റ്റി ലേക്ക് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു നിഗൂഢതകളുള്ള ഒരു തടാകം എന്ന് പറയുന്ന പോലെ തന്നെയാണ് അവരുടെ ആ ഒരു മൈൻഡ്, അല്ലെങ്കിൽ അവർ ചെന്നപ്പെട്ടിരിക്കുന്ന സ്ഥലം. ഒരുപാട് നിഗൂഢതകളുണ്ട് ആ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും, അല്ലെങ്കിൽ അവരുടെ കൂടെ പോകാനാണെങ്കിലും, ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയുള്ളൊരു മിസ്റ്ററി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇവരുടെ മനസ്സും അതേപോലെ തന്നെ അത്ര ഈ തേർഡ് പാർട്ടിയുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ അവർക്കൊരു എന്താ പറയാ, ഒരു ഫിയർ അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി, എങ്ങനെ അവിടെ നിന്ന് പുറത്ത് കിടക്കാം എന്നുള്ള ചിന്തകളൊക്കെ തന്നെയാണ്. അതുപോലെ ചേഞ്ച് ആണ് പിന്നെ വന്നിരിക്കുന്നത്. അപ്പൊ അതായത് തീർച്ചയായിട്ടും അവരുടെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ മാറ്റം വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ ഒരു ഇപ്പൊ നമ്മൾക്ക് ഇത് കാണുന്ന വ്യൂവേഴ്സ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിലാണ് അവര് എന്നുള്ളത് കൊണ്ടാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിന് മാറ്റം വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ആവാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. അതുപോലെ സോൾസ്, അപ്പോൾ തീർച്ചയായിട്ടും അവരൊരു ന്യൂ ബിഗിനിങ്ങിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നത് അഫ്കോഴ്സ് നിങ്ങളുടെ കൂടെ ആയിരിക്കുമല്ലോ. അവർക്ക് അവിടെ നിന്ന് പോകുന്ന ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് വരണം എന്നുള്ളത് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഒരു പാഷൻ അല്ലെങ്കിൽ ആ ഒരു ഫയർ അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ട്രാൻസ്ഫർമേഷൻ ആണ്, ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് ആണ് പിന്നെ അടുത്തത്. അപ്പോൾ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്, ആ ഒരു പാസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അവർക്കൊരു മോചനം വരാനുള്ള ടൈമായി. തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ നിന്ന് അവർ പുറത്ത് കിടക്കും എന്നുള്ളതാണ്. ആ ഒരു പീരീഡിന് എൻഡ് വരാൻ പോകുന്നു. ഇപ്പൊ തേർഡ് പാർട്ടി ഇപ്പൊ സന്തോഷിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു, ആ സന്തോഷം അധികം നാളില്ല. അവരുടെ ആ ഒരു സന്തോഷത്തിന് വിരാമം ഇടാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇവർക്ക് ചേഞ്ച് വരികയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവർ ഈ സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കിടക്കും. നമുക്ക് ചേഞ്ചും ട്രാൻസ്ഫർമേഷനും എല്ലാം അത് തന്നെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് ആണ്. അത് നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതിനിപ്പോൾ ഇതിന്റെ മീനിങ് അറിയണമെന്നില്ല. അതായത് അവർ ആ പാസ്റ്റിൽ വല്ലാതെ കുടുങ്ങി, വല്ലാതെ ശ്വാസം മുട്ടുകയാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓർത്ത്. ആ ഒരു പാസ്റ്റ് അവരെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം. നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ തല്ലുപിടിച്ച് ഇറങ്ങി പോകുന്നതായിരിക്കാം.
അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോകുന്നതായിരിക്കാം, ചിലപ്പോൾ അതിന്റെ കുറ്റബോധമാവാം. ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ആ പാസ്റ്റ് അവരെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ വിഷമിപ്പിക്കുന്നുണ്ട്. അത് ആലോചിക്കുമ്പോൾ അവർക്കൊരു സമാധാനം ഇല്ല ആ ഒരു പാസ്റ്റ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വി ആർ ദ വേൾഡ്, ടോട്ടാലിറ്റി, സക്സസ്. അപ്പൊ ഈ സക്സസ് ഇതെല്ലാം അവരുടെ, നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ ഒരു മൈൻഡാണ്. അവരതിലേക്ക് ആ ഒരു രീതി എൻജോയ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമുക്ക് ഈ ലവേഴ്സ് കാർഡും ഇവിടെ ഈ ഒരു ഡെക്കിൽ വരുമ്പോഴത്തേക്കും ആ ഒരു എന്താ പറയാ, യഥാർത്ഥ പ്രണയം അല്ലെങ്കിൽ യഥാർത്ഥ ആ ഒരു ട്രൂ ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ ആ പ്യുവർ ലവ് അല്ലെങ്കിൽ ആ ഒരു ഇതല്ല ഇവിടെ കാണുന്നത്. കാരണം ഏത് രീതിയിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സെക്ഷലി അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ കണ്ടിട്ടുണ്ടാവുക. ഒന്നില്ലെങ്കിൽ പണം മോഹിച്ചിട്ടോ അല്ലെങ്കിൽ സ്വത്ത് മോഹിച്ചിട്ടോ അല്ലെങ്കിൽ സെക്ഷലി ഉള്ള ഇത് കൊണ്ടോ അല്ലെങ്കിൽ ഇതെനിക്ക് വേണം. ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ ഒരു കാര്യം, എന്താ വെച്ച് കഴിഞ്ഞാല് മറ്റൊരാളുടെ കയ്യിൽ പോകണ്ട, എൻ്റെ അടുത്ത് അവർ സന്തോഷം അല്ലെങ്കിലും എൻ്റെ കൂടെ നിൽക്കണം, ഞാനായിരിക്കണം അൾട്ടിമേറ്റ് എന്ന് വിചാരിക്കുന്ന തരത്തിലുണ്ടാവും. അപ്പൊ ആ ഒരു രീതിയിലൊക്കെയാണ് നമുക്ക് ഇവിടെ ഇവരെ പറയാൻ പറ്റുക. അപ്പൊ അങ്ങനെയാണ് അവർ ആ ഒരു മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വേണം നമുക്കിവിടെ ഈ ഒരു ലവേഴ്സ് കാർഡിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ അവര് ആ ഒരു പ്യുവർ ലവ് അല്ലെങ്കിൽ ഒരു കമ്പാഷൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതൊക്കെയാണ് ആ മൈൻഡിലായിട്ട് അവരുടെ ഉള്ളത്. അതുപോലെ തന്നെ ടോട്ടാലിറ്റി നമുക്കറിയാം, ഇത് തന്നെ ഈ പറയുന്ന പോലെ തന്നെ ഒരു ഞാണിൽമേൽ കളിയാണ്. ഒരു മൊമെന്റ് ടു മൊമെന്റ് എന്ന് പറയുന്ന പോലെ ആ ഒരു രീതിയിലാണ്. ഒരു അശ്രദ്ധ വരുമ്പോൾ എല്ലാം താഴെ പോകും എന്നുള്ളൊരു രീതിയിലാണ്. അങ്ങനെ ഒരു ഞാണിന്മേൽ കളിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവിടെ നിന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇതടിയിൽ പോവാം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അങ്ങനെ പോവുകയും ചെയ്യും. ഈ ഒരു സിറ്റുവേഷന് മാറ്റവും വരും എന്നുള്ളത് ഷുവറാണ്, 100% ഷുവറാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ ഈ ഒരു റീഡിങ് കാണുന്ന തേർഡ് പാർട്ടിക്ക് വേണ്ടി ഇത് കാണാനായിട്ട് ഉദ്ദേശിച്ചവര് തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഏഞ്ചൽസിന്റെ എന്താ പറയാ മെസ്സേജ് എന്താണെന്ന് നോക്കാൻ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം വിചാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എപ്പം മടങ്ങി വരും, എപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് കിട്ടും എന്നുള്ളതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതും കൂടി കണക്ട് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഈ ഒരു സ്പ്രെഡും നോക്കുമ്പോൾ വളരെ കറക്റ്റ് ആണ്, 100/100 കറക്റ്റ് ആണ്. അതുപോലെ ഇവിടെ നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഔട്ട്സൈഡർ കാർഡ്. അപ്പൊ ഈ ഒരു കാർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അറിയാം, ഈ ഒരു കുട്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ പൂട്ടിയിട്ട ഒരു ഗേറ്റിനെ അപ്പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവരുടെ ഒരു സിറ്റുവേഷനും. ഇവര് അവിടെ ആ ഒരു ഔട്ട്സൈഡർ പോലെ തന്നെയാണ് തീർച്ചയായിട്ടും ഉള്ളത്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരാളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലാണ്, എന്താണെന്നുണ്ടെങ്കിലും നമ്മളവിടെ വേണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ കാര്യമായിട്ടുള്ള ഒരു റോൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് തോന്നണം. അങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ആരാണ്, തികച്ചും ഇതുപോലെ ഔട്ട്സൈഡർ, അന്യരാണ്. അപ്പോൾ ആ ഒരു ഫീലിംഗ് ആണ് അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ അവിടുത്തെ ആ ഒരു റിലേഷൻഷിപ്പിൽ തോന്നുന്നത്. ഇവരവിടെ പ്രത്യേകിച്ച് ഇവർക്ക് വലിയ കാര്യമില്ല, അല്ലെങ്കിൽ ഇവർക്കല്ല അവിടെ സ്ഥാനം. കാരണം ഞാൻ പറഞ്ഞു ഓൾറെഡി ഇവിടെ തേർഡ് പാർട്ടിയാണ് കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്. അവരുടെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഫീലിംഗ് ആണ് നിങ്ങളുടെ പേഴ്സൺ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ വന്നിരിക്കുന്ന സ്ട്രെസ് ആണ്. അപ്പൊ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അവരുടെ ഒരു ഫീലിംഗ്, ഇമോഷൻസ് എല്ലാം അത്രയധികം താങ്ങാവുന്നതിലധികം ഒരു മാനസിക വിഷമം, സമ്മർദ്ദം എല്ലാം ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ നിന്നല്ല ഇവർ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷമല്ല, മറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഉള്ളിൽ വെറുത്തുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അവരോട് നിൽക്കുക. അതുപോലത്തെ ഒരു എനർജിയാണ്. ഇങ്ങനെയെങ്കിലും അവിടെ നിന്ന് കടന്നാൽ മതി എന്നുള്ളത്, അതവർ കടന്നു പോവുകയും ചെയ്യും. അപ്പോൾ അതുപോലെ ടേണിങ് ഇൻ, തീർച്ചയായിട്ടും ഇവർക്ക് ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഇവർ വളരെയധികം സ്പിരിച്വലി അടുക്കണം. ചിലവരെടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ ആ ഒരു സ്പിരിച്വൽ ഗൈഡൻസ് അവർക്ക് ഈ ഒരു സമയത്ത് ആവശ്യമുണ്ടെന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ചാൻസ് വളരെ എളുപ്പവും. അത് നമുക്ക് ഒരു എന്താ പറയാ, ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ദൈവാധീനമൊക്കെ ഉള്ളപ്പോൾ പെട്ടെന്ന് നമുക്ക് ഏത് നെഗറ്റീവ് എനർജിയുടെ പിടിയിലാണെന്നുണ്ടെങ്കിലും പുറത്തേക്ക് വരാനുള്ള ഒരു ചാൻസ് നമുക്ക് സ്വയം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് തോന്നിപ്പിക്കും, അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന ആൾക്കാരെങ്കിലും നമ്മൾ കണ്ടുമുട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇവർക്ക് വരണം എന്നുള്ളതാണ്. അപ്പൊ ചിലപ്പോൾ വരികയും ചെയ്യും. അതുപോലെ തന്നെ നമുക്കിവിടെ ഷെയറിങ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് വന്നിരിക്കുന്ന ഷീസോഫ്രീനിയാണ്. അപ്പൊ ഇവിടെയും ഇത് തന്നെയാണ് പറയാനായിട്ടുള്ളത്. അതായത് ഈ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഈ ഒരു അബണ്ടൻസിലേക്ക് ഇവർ വരണം, അല്ലെങ്കിൽ ആ ഒരു എൻജോയ്മെന്റിലേക്ക് ഇവർ വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ആ ഒരു പാഷൻ വരണം. ഇവർ ആ ഒരു ഞാൻ പറഞ്ഞ പോലെ സ്പിരിച്വലി കുറച്ചും കൂടി ഒന്ന് ഒരു ഡിവൈൻ്റെ ഒരു അനുഗ്രഹം കൂടി ഇവർക്ക് വേണം. അപ്പൊ തീർച്ചയായിട്ടും ഇവർക്ക് ഇതിൽ നിന്ന് പുറത്ത് കടന്ന് ഇവര് ഹാപ്പി ആയിട്ടൊന്ന് ഇരിക്കാനുള്ള ഒരു സാഹചര്യം, അതായത് ഇപ്പൊ അവർക്ക് ഡിപ്രഷനാണ്, അതിൽ നിന്നുള്ള ഒരു മോചനം അവർക്ക് കിട്ടണം. ഈ ഒരു ചേഞ്ച് പോലെ
ഇപ്പോൾ അവർ അനുഭവിക്കുന്നതിൽ നിന്ന് അവർക്കൊരു മാറ്റം നാളെ ഉണ്ടാവും. അപ്പോൾ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും ഇവരുടെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയാണ്. നടുക്കടലിൽ പെട്ട പോലെ അവിടെ ഇവിടെ പെട്ടവർ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എത്രയും വേഗം അവരൊരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ അതിനെ അത്രത്തോളം ഇവിടെ സഫർ ചെയ്യുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കും. ട്രാൻസ്ഫർമേഷനോട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് ചേഞ്ച് ആയേ പറ്റുള്ളൂ. അതിൽ ഇപ്പോൾ ഉള്ളതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എടുക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ ബോട്ടം വന്നിരിക്കുന്ന ന്യൂ വിഷനാണ്, പുതിയ കാഴ്ചപ്പാടാണ്. അപ്പോൾ ആ ഒരു പുതിയ കാഴ്ചകൾ അല്ലെങ്കിൽ പുതിയ ആംഗിളിലൂടെ അവർ നോക്കുമ്പോഴുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻ സ്റ്റക്കായിട്ട് കിടക്കുന്ന വ്യക്തി അവിടെ നിന്ന് പുറത്തേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. അവർ വരാനും നിങ്ങളിലേക്ക്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് ആണ്. പാസ്റ്റിലെ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നുണ്ട് അവർ. അതേപോലെ ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കിട്ടും, അവർക്ക് വരാനായിട്ട് കഴിയും എന്നുള്ളതാണ്. കറന്റ് എനർജി എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ പേഴ്സണും ആ ഒരു തേർഡ് പാർട്ടിയും തമ്മിൽ നല്ല രീതിയിലല്ല. ചിലപ്പോൾ ഇവരത് പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല. ഞാൻ പറഞ്ഞതുപോലെ ഉള്ളിൽ ദേഷ്യം വെച്ച് പുറമെ ചിരിച്ചു നിൽക്കുന്നുണ്ടാവും. പക്ഷെ അവരുടെ മൈൻഡ് ഇങ്ങനെയാണ്, എത്രയും വേഗം ഇതിൽ പുറത്ത് കിടക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇവരൊരിക്കലും ഇതിൽ നിന്ന് പുറത്ത് പോവില്ല എന്നുള്ളൊരു സന്തോഷത്തിലാണ് തേർഡ് പാർട്ടി ഇരിക്കുന്നത്. ഇനി എന്റെ കസ്റ്റഡിയിലായി, ഇനി പെട്ടെന്ന് ഇവർ പോവില്ല എന്നാണ് തേർഡ് പാർട്ടിയുടെ ഒരു കണക്കൂട്ടൽ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന റീഡിങ്സ്. അപ്പൊ ഞാൻ തേർഡ് പാർട്ടിയുടെ ആയതുകൊണ്ട് ഞാൻ നമ്മളുടെ ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല. അത് മാത്രമല്ല, നമുക്ക് ഏഞ്ചൽസിന്റെ ഒരു ഗൈഡൻസ് കിട്ടിയല്ലോ. അപ്പൊ പിന്നെ മറ്റെന്ത് വേണം? ഇത് കാണുന്നവർ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ, അവരവിടെ നിന്ന് പുറത്ത് കിടക്കും എന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും അതൊന്ന് റെസണേറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അവർ പോസിറ്റീവ് തോട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് എടുക്കാത്തത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ക്ലൂസ് കിട്ടാത്തവർക്ക് ഭയങ്കര വിഷമം വരും, എൻ്റെ ഒരു ക്ലൂ പോലും വന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പൊ ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അത് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെയാണ്, നമ്മളുടെ ആ വിശ്വാസമാണ് അതിൽ കാര്യമുള്ളത്. ഇപ്പൊ ഞാൻ ഓൾറെഡി ഗ്രീൻ താര മന്ത്രമൊക്കെ നമുക്ക് പറഞ്ഞു തന്നപ്പോൾ എത്രയോ പേര് അതുകൊണ്ട് ഭയങ്കരമായിട്ട് പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടായി. അത് ചിലവർക്ക് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, അവർക്ക് കിട്ടിയതൊരു മനസ്സമാധാനമാണ്. മതിയല്ലോ, നമുക്ക് എന്തിനേക്കാളും മുകളിലായിട്ടുള്ളത് മനസ്സമാധാനമാണ്. ഏത് കാര്യത്തിനേക്കാളും. ഒരുപാട് പണം ഉണ്ടെന്ന് പറഞ്ഞാൽ മനസ്സമാധാനം ഉണ്ടാവുമോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരുപാട് ബന്ധബലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും? ഒന്നുമില്ല. നമുക്ക് ആ ഒരു സമാധാനം ഒരു എത്ര പേര് തന്നെ അറിയിച്ചിട്ടുണ്ടെന്ന് അറിയോ? നിങ്ങൾക്ക് ആ കമന്റ്സിൽ തന്നെ, ആ ഒരു വീഡിയോയുടെ കമന്റ്സിൽ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര പേരാണ് അതിനകത്ത് കമന്റ്സ് ഇട്ടിരിക്കുന്നത്. അവർക്ക് മാറ്റം വന്നത്, ഓൾറെഡി കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇത് കേട്ടതിന് ശേഷം മാറ്റം വന്നവർ. നമുക്ക് പലതരം റിവ്യൂസ് പല മനുഷ്യരുടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് അതിൽ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ് കമന്റ് ഇട്ട ചിലവരെ ഞാൻ കണ്ടു. അത് ശരിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മാറ്റം വരില്ല. കാരണം അവരത് കാണുന്നത് ഇതൊന്നും നടക്കില്ല, ഇതൊന്നും നടക്കാനേ പോകുന്നില്ല, ഇതെന്താ എന്ന് വിചാരിച്ച് അവർക്ക് മാറ്റം വരില്ല. ഷുവറാണ്. നമ്മൾ ഏത് കാര്യവും അതിൽ വിശ്വാസം വേണം, എങ്കിലേ അതിൽ ഉണ്ടാവുള്ളൂ. അല്ലാത്തടത്തോളം കാലം നമ്മൾ എന്ത് നോക്കിക്കഴിഞ്ഞാലും മറ്റേ യെല്ലോ സ്പെക്ടിക്കിൾസ് എന്ന് പറയുന്ന പോലെ തന്നെ ആ മഞ്ഞ കണ്ണടയിട്ട് ഇരിക്കേണ്ടി വരും. അപ്പോൾ വിശ്വാസത്തോടെ നമ്മൾ എന്തെങ്കിലും ആവശ്യപ്പെടുകയോ ആഗ്രഹിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടന്നിരിക്കും. പോസിറ്റിവിറ്റിയാണ്, ഡൗട്ട് അടിച്ച് നിൽക്കരുത്. അപ്പൊ അത്രേ എനിക്ക് ഇവിടെ പറയാനുള്ളൂ. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ സിറ്റുവേഷൻ ഇതുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.